ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. യേശുവിൻ വാക്കു കാക്കുവാൻ യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. പ്രാർത്ഥനയാലെപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ. നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. ഉറപ്പിക്കെന്നെ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ധീരത്വത്താലനേകരും തീരെ പിന്മാറി ഖേദിക്കും. ധീരത നൽകുകേശുവേ, വീരനാം സാക്ഷിയാക്കുക. ധീരത നൽകുകേശുവേ, വീരനാം സാക്ഷിയാക്കുക. ഉറപ്പിക്കെന്നെ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ ശക്തിയരുൾക നാഥനെ. ഭക്തിയിൽ പൂർണ്ണനാക്കുക. ശക്തിയരുൾക നാഥനെ, ഭക്തിയിൽ പൂർണ്ണനാക്കുക. ഉറപ്പിക്കെന്നെ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ.
ശുദ്ധാത്മാ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഉപമകളാണ് പഠിച്ചു തുടങ്ങിയത്. ഉപമകൾ ആദ്യം നമ്മൾ പഠിച്ചത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലുള്ളതായ 7-ാം അധ്യായത്തിൽ പാറമേലും മണലിന്മേലും പണിതായിരിക്കുന്ന വീടുകളുടെ കാര്യമാണ്. ക്രിസ്ത്യ ജീവിതം അടിസ്ഥാനമിടേണ്ടത് ഉറപ്പുള്ള പാറയാകുന്ന കർത്താവിലാണ്. ബാക്കി ഏതിൽ അടിസ്ഥാനമിട്ടാലും തകർന്നു പോകും, അതിൻ്റെ വീഴ്ച വലിയതായിരിക്കും. പിന്നീട് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ 3 ഉപമകൾ പഠിക്കുകയുണ്ടായി. ഒന്ന്, കാണാതെ പോയ ആട്. 100-ൽ ഒരാട് നഷ്ടപ്പെട്ടു. 99-നെയും വിട്ടേച്ച് കാണാതെ പോയതിനെ അന്വേഷിച്ചു, കണ്ടെത്തി, ചുമലിൽ എടുത്തുകൊണ്ടുവന്ന് യഥാസ്ഥാനപ്പെടുത്തി സന്തോഷിച്ചു. അടുത്ത കാര്യം, കാണാതെ പോയതായ ദ്രഹ്മ. 10 ദ്രഹ്മയിൽ 1 നഷ്ടപ്പെട്ടു. അടിച്ചു വാരി അതും തിരികെ എടുത്തു, സന്തോഷമായി. പിന്നീട് നമ്മൾ പഠിച്ചത് മുടിയനായ പുത്രൻ്റെ ഉപമയാണ്. ലൂക്കോസ് സുവിശേഷത്തിൽ 3 ഉപമകൾ. മുടിയനായ പുത്രൻ്റെ ഉപമ. ധൂർത്തപുത്രൻ അപ്പനെ വേദനിപ്പിച്ച് എല്ലാ അവകാശങ്ങളും വാങ്ങിക്കൊണ്ട് വീട് വിട്ടിറങ്ങി ധൂർത്തടിച്ച് സകലവിധ മ്ലേച്ഛതകളിലും അഴിഞ്ഞാടി നടന്ന് തകർന്ന് തരിപ്പണമായി പട്ടിണിക്കോലമായപ്പോൾ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. അപ്പൻ സ്വീകരിച്ചു, വീട്ടിൽ ആനന്ദം തുടങ്ങി. എന്നാൽ അവിടെ തന്നെ മറ്റൊരു മൂത്ത സഹോദരൻ ഉണ്ടായിരുന്നു. നല്ല പിള്ള ചമഞ്ഞു നടന്നു. പക്ഷെ ഉപമ അവസാനിക്കുമ്പോൾ വീടിന് പുറത്തായിപ്പോയി. അവനൊരു പാപബോധവും അനുതാപവും ഉണ്ടായിരുന്നില്ല. ഇത്രയുമാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. ഇന്ന് ഞാനൊരു ചെറിയ ഉപമ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് ഈ മുടിയനായ പുത്രൻ്റെ ഉപമയോട് ഏറ്റവും സാമ്യമുള്ളത് കൊണ്ടാണ് ഇന്നത് പഠിപ്പിക്കാൻ കാരണം. മുടിയനായ പുത്രൻ്റെ ഉപമയിലും 2 ആൺമക്കളുടെ കാര്യമാണ് പറയുന്നത്. ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന വേദഭാഗത്തും 2 ആൺമക്കളുള്ള ഒരു പിതാവിൻ്റെ കാര്യവും 2 മക്കളുടെ കാര്യമാണ് പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കാം. എങ്കിലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. വായിച്ചു. അവൻ ഒന്നാമത്തവന്റെ അടുക്കൽ ചെന്നു, മകനെ, ഇന്ന് എന്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തേതിൽ അനുദപിച്ച് അവൻ പോയി. 2-ാമത്തവന്റെ അടുക്കൽ അവൻ ചെന്ന് അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ, ഞാൻ പോകാം അപ്പ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പോയില്ല താനും. ഈ 2 പേരിൽ ആർ ആകുന്നു അപ്പന്റെ ഇഷ്ടം ചെയ്തത്? ഒന്നാമത്തവനെന്ന് അവർ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങൾ അടുക്കൽ വന്നു, നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു. അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുദപിച്ചില്ല. കർത്താവായ യേശുക്രിസ്തു യെരൂശലേം ദേവാലയത്തിലേക്ക് ചെന്നു. അവിടെ ധാരാളം മഹാപുരുഷന്മാരും ശാസ്ത്രിമാരും വേദശാസ്ത്ര പണ്ഡിതന്മാരും സഭാ നേതാക്കന്മാരും എല്ലാവരും ഉണ്ട്. കർത്താവായ യേശുക്രിസ്തു വളരെ അധികാരത്തോടെ സ്വർഗീയമായിരിക്കുന്ന മർമ്മങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് ഉപദേശിച്ചു. അത് കഴിഞ്ഞ് കർത്താവായ യേശുക്രിസ്തു യെരൂശലേം ദേവാലയത്തിൽ മറ്റൊരു കാര്യം കൂടി ചെയ്തു. യേശു നോക്കിയപ്പോൾ പരിശുദ്ധമായ ദൈവാലയത്തിൽ നടക്കരുതാത്ത ചില കള്ള കച്ചവടങ്ങൾ നടന്നു. അത് തലവന്മാരുടെ അംഗീകാരത്തോടും അനുവാദത്തോടും ആശീർവാദത്തോടും അവർക്ക് ആദായം കിട്ടുന്ന കാര്യമാണ്. ചില കള്ളക്കച്ചവടങ്ങൾ നടക്കരുതാത്തത് പരിശുദ്ധ ദൈവാലയത്തിൽ നടക്കുന്നു. വിശുദ്ധിയുടെ മറവിൽ അശുദ്ധി നടമാടുന്ന രംഗമായി യെരൂശലേം ദേവാലയം അധപ്പതിച്ചു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉള്ളം വേദനിച്ചു. ദൈവാലയം എന്ന് വിളിക്കപ്പെടേണ്ട ഈ സ്വർഗീയമായ ദൈവാലയം കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. ഇപ്പോൾ അതിനകത്തുള്ള മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും വേദശാസ്ത്ര പണ്ഡിതന്മാരും പരീശന്മാരും കള്ളന്മാരാണെന്ന കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്. അവരെല്ലാം പുറത്തേ അടിച്ചു. ആരെ? ഈ കച്ചവടത്തിന് കൊണ്ടുവന്നിരിക്കുന്ന സാമഗ്രികളെല്ലാം. ഉടനെ അവർക്ക് വലിയൊരു ചോദ്യം, നീ ഏത് അധികാരം കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഞങ്ങളല്ലേ കൈവപ്പുള്ളവർ, പൗരോഹിത്യത്തിൻ്റെ അധികാരമുള്ളവർ ഞങ്ങളല്ലേ?
ഈ തച്ചൻ്റെ മകൻ ഇവിടെ എന്നാ കാര്യം? ഞങ്ങളെ ഭരിക്കാൻ നിനക്കെന്ത് കാര്യം? കർത്താവായ യേശുക്രിസ്തുവിനോട് ഒരു മെക്കിട്ട് കയറുവാനായിട്ട് തുടങ്ങി. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു അവരുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഈ ഒരു ഉപമ പറഞ്ഞു. നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഞാനൊരു ഉപമ അലങ്കാരം ഉപയോഗിക്കുകയാണ്. ഒരപ്പൻ, 2 മക്കൾ, ആമക്കൾ, മൂത്തവനും ഇളയവനും. അപ്പൻ ധനാഢ്യനാണ്. ധാരാളം മുന്തിരി തോട്ടങ്ങളുണ്ട്. ഒത്തിരി പറമ്പ് അതിനകത്ത് മുന്തിരി ഇങ്ങനെ നന്നായിട്ട് നട്ടു വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൻ ഒരു ദിവസം രാവിലെ മൂത്ത മകൻ്റെ അടുക്കൽ ചെന്നു. ആ മൂത്ത മകൻ്റെ അടുക്കൽ ചെന്നിട്ട് അവനോട് പറഞ്ഞു, ഒരുത്തനോട് മുന്തിരിത്തോട്ടത്തിൽ പോയി, പണിക്കാരൊക്കെ അവിടെയുണ്ട്, നീ ആ കാര്യങ്ങളൊക്കെ നോക്കി വേല ചെയ്യിക്കാൻ പറഞ്ഞു. മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് മൂത്ത മകനോട് പറഞ്ഞു. അവൻ എനിക്ക് പറ്റില്ല എന്ന്, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ് പോകാൻ. അത് പറഞ്ഞപ്പോൾ മുതൽ അവനൊരു അസ്വസ്ഥത. അത് പറഞ്ഞപ്പോൾ മുതൽ അവൻ ഒരു അന്തരംഗത്തിലൊരു വേദന കുത്തുകൊണ്ടു. താമസിച്ചില്ല, ഞാൻ ചെയ്തത് തെറ്റായി പോയല്ലോ, എന്നെ പോറ്റി പുലർത്തി, എനിക്ക് വേണ്ടിയിട്ടല്ല അപ്പൻ ഈ മുന്തിരിത്തോട്ടവും എല്ലാം വെച്ച് പിടിപ്പിച്ച് വളർത്തിക്കൊണ്ട് വരുന്നത്. എന്നിട്ടും അപ്പൻ പറഞ്ഞതിനോട് ഞാൻ മറുതലിച്ചല്ലോ. ആ വാക്ക് അനുസരണക്കേടിൻ്റെ ശബ്ദം എന്നിൽ നിന്ന് വരാൻ വയ്യായിരുന്നല്ലോ. അവൻ ശരിക്കും അനുദപിച്ചു. തെറ്റാ ചെയ്ത് അപ്പനെ ധിക്കരിച്ച് പറഞ്ഞ വാക്ക് തീർച്ചയായിട്ടും തെറ്റാണ്. പക്ഷെ അവനൊരു അനുതാപം കിട്ടി, മാനസാന്തരം കിട്ടി. ഉടനെ അവൻ വീട്ടിൽ നിന്ന് അപ്പം പറഞ്ഞിടത്തേക്ക് ചെന്നു പണിക്കാര്യങ്ങളെല്ലാം നടത്തി സന്തോഷത്തോടെ മടങ്ങി വന്നു. മറ്റേ മകനോടും പറഞ്ഞു അതുപോലെ തന്നെ. അപ്പൻ അങ്ങോട്ട് എന്ന് പറയുകയത്, അപ്പൻ അങ്ങോട്ട് എന്ന് പറഞ്ഞു, മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തേതിൽ അനുദപിച്ചു അവൻ പോയി. രണ്ടാമത്തെ അടുക്കൽ, ഇളയവൻ്റെ അടുക്കൽ അവൻ ചെന്നു. അങ്ങനെ തന്നെ പറഞ്ഞു, നീ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം കാര്യങ്ങൾ ക്രമീകരിച്ചിട്ട് വന്നേ. അപ്പാ ഞാൻ പോകാം, അപ്പാ ഞാൻ പോകാം. വളരെ വിനയത്തോടെ അനുസരണത്തിൻ്റെ ഭംഗിയുള്ളതായ വാക്ക് പറഞ്ഞു. അപ്പാ ഞാൻ പോകാം എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അടുത്ത വാക്കെന്ന് പറയുമ്പോൾ പോയില്ല താനും. അത് മനസ്സിരുന്നാൽ മതി. ഇത് ഞാൻ പോകെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് അപ്പനങ്ങ് പോയി അവനവൻ്റെ കാര്യം നോക്കി. ഇതാരെ കേട്ടോണ്ടിരിക്കണേ? മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവിടുത്തെ മത നേതാക്കന്മാരെല്ലാം കേട്ടോണ്ടിരിക്കുന്നു. ഇവരിൽ ആരാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തത്? കർത്താവ് യേശുക്രിസ്തു ചോദിച്ചു, ഇതിൽ ആരാ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തത്? അപ്പോൾ അവർ വ്യക്തമായ മറുപടി പറഞ്ഞു, ഒന്നാമത്തവൻ എന്നൊരു ഉത്തരം പറഞ്ഞു. കാരണം അത് അവനിലെ അനുസരിച്ചത്. ആദ്യം അനുസരിച്ചില്ല, പക്ഷേ തെറ്റ് തിരുത്തിയല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇത് കർത്താവായി യേശുക്രിസ്തു പറഞ്ഞിട്ട് പൊരുൾ തിരിച്ചു പറഞ്ഞു, നിങ്ങൾ ഏത് കൂട്ടത്തിലാണ് പെടുന്നത്? നിങ്ങൾ ഏത് കൂട്ടത്തിലാണ് ജീവിക്കുന്നത്? നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ പള്ളിയിലാണ്, യാഗമർപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വേഷഭൂഷണങ്ങളെല്ലാം മഹാപുരുഷന്മാരുടെയാണ്, യാഗവസ്തുക്കളെല്ലാം ഉണ്ട്, ആരാധനയ്ക്കാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ സമയം മുഴുവൻ ചെലവഴിക്കുന്നത് പള്ളിയിലാണ്. നിങ്ങൾ രണ്ടാമത്തെ കൂട്ടം ആളുകളാണ്. നോട്ടത്തിൽ ആരാ നല്ലത്? ആദ്യത്തെ. ഞാൻ പോകാപ്പാ കേൾക്കണ നമ്മൾ എന്തോ പറയും, എന്തനുസരണമുള്ള മകൻ, എന്തനുസരണമുള്ള മകൻ, ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നും. ഈ പള്ളി ഭക്തന്മാർ നോക്കുമ്പോൾ എല്ലാം നല്ലതാണല്ലോ എന്ന് തോന്നും. ഞാൻ അന്നത്തെ ഇന്നത്തെ കാര്യമൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്. ഭക്തിയുടെ വേഷമെല്ലാം ഉണ്ട്. അപ്പനെ ഏറ്റവും കൂടുതൽ അനുസരിക്കുന്നവർ, കുരിശ് വരയ്ക്കുന്നവർ, പെരുന്നാളേറ്റ് കഴിക്കുന്നവർ, ഇടയ്ക്കൊക്കെ കുമ്പസാരിക്കുകയും കുർബാന അനുഭവിക്കുകയും ചെയ്യുന്നവർ, പള്ളിയിലെ ഭരണാധികാരികൾ, കൺവെൻഷൻ നടത്തുന്നവർ, സുവിശേഷ വേല ചെയ്യുന്നവർ. പക്ഷെ ദൈവത്തിന് അതിനനുസരിക്കില്ല. ഇതൊക്കെ പുറമേ കാണിക്കും. ദൈവമക്കളെ, നിങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. പക്ഷേ യോഹന്നാൻ സ്നാപകൻ വന്നു, മാനസാന്തരത്തിന്റെ വചനം പറഞ്ഞു. അതാണ് ഇവിടെ പറഞ്ഞത്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, അടുക്കൽ വന്ന് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. യോഹന്നാൻ മാനസാന്തരത്തിന്റെ നീതിമാർഗ ഉപദേശം കൊണ്ട് നിങ്ങൾ അടുക്കൽ വന്നു, നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല, കൈക്കൊണ്ടുമില്ല. മാനസാന്തരപ്പെടണമെന്ന് യോഹന്നാൻ സ്ലീഹ വളരെ വ്യക്തമായി സ്പഷ്ടമായി വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. നിങ്ങളുടെ ഈ പോക്ക് അപകടത്തിലേക്കാണെന്ന് പറഞ്ഞു. നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ഈ പള്ളിഭക്തന്മാരും നേതാക്കന്മാരും പരീശന്മാരും വേഷഭക്തിക്കാരും യോഹന്നാൻ സ്ലീഹയെ കൈക്കൊള്ളാതെ അവനെ കൊല്ലുവാൻ വകവരുത്തുവാൻ വേണ്ടി ഗൂഢാലോചന ചെയ്തു. ആത്മീയരല്ലേ അവര്?
കർത്താവിനെയും കൈക്കൊണ്ടില്ല, യോഹന്നാസ്നാവിനെയും കൈക്കൊണ്ടില്ല. അതേ സമയത്ത് നിങ്ങൾ വെറുത്ത് ഉപേക്ഷിച്ച് വിടക്ക് എന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അത് വേശ്യമാരാണ്, അത് ചുങ്കക്കാരാണ്, അത് പാപികളാണ്, സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരാണ്, അത് ചില കുഷ്ഠരോഗികളാണ്, അത് ചില തമ്മിത്തല്ല് വഴക്കം കൂടി നടക്കുന്നവരാണ്, മദ്യപാനികളാണ്. അവര് ഈ യോഹന്നാസ്ലീഹ പറയുന്ന വാക്ക് കേട്ടു, ദൈവമക്കളെ, അവര് തോന്നിവാസം നടന്നവരാണ്, അനുസരിക്കാത്തവരാണ്. ദൈവകൽപ്പന അനുസരിക്കാതെ തോന്നിവാസം എനിക്ക് മനസ്സില്ല എന്ന് ആദ്യം പറഞ്ഞവനെ പോലെ ഈ വചനപ്രകാരം ജീവിക്കാനൊന്നും മനസ്സില്ലാതെ തോന്നിവാസം അഴിഞ്ഞാടി ജീവിച്ചവരാണ്. പക്ഷെ ദൈവത്തിന്റെ ശബ്ദം കേട്ടു, ഉള്ളത്തിൽ കുത്തുകൊണ്ടു അനുതപിച്ചു, മാനസാന്തരപ്പെട്ടു. രണ്ടു കൂട്ടരുടെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്ന്, ചീത്ത ആളുകൾ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് തെറ്റ് തിരുത്തിയവര്. മറ്റത് നല്ല ആളുകളിൽ നിന്ന് നടിച്ചു നടക്കുന്നവർ, പള്ളി ഭക്തര്, ഭക്തിയുടെ വേഷമുള്ളവർ. അവർക്ക് മാനസാന്തരം ആവശ്യമില്ല, അവരിതൊക്കെ കാണിച്ചു കൂട്ടുക മാത്രമേ ഉള്ളൂ. നല്ല വാക്ക്, അവൻ പൊയ്ക്കൊള്ളാം അപ്പ എന്ന് പറഞ്ഞു, പ്രവൃത്തി എന്താ? പോയില്ല താനും. ഈ പള്ളി ഭക്തരോട് പറഞ്ഞു, നിങ്ങൾ ആരുടെ കൂട്ടത്തിൽ പെടുന്നു? വേഷമെല്ലാം ഉണ്ട്, പക്ഷെ നിങ്ങൾ സ്വർഗരാജ്യം കാണുകയില്ല. എന്നാൽ മൂത്ത മകനോട് പറഞ്ഞപ്പോൾ അവന് പോകില്ല എന്ന് പറഞ്ഞെങ്കിലും തെറ്റുതിരുത്തി മാനസാന്തരപ്പെട്ടു. അപ്പൻ്റെ ഹൃദയം തണുപ്പിക്കാൻ തക്കവണ്ണം പോയി വേല ചെയ്തു. ആ ചുങ്കക്കാരും വേശ്യാസ്ത്രീകളും പാവികളും പള്ളി ഭക്തരായിരിക്കുന്ന മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഉൾപ്പെടെയുള്ളതായ ഈ മേന്മ പറയുന്നവരുടെക്കാൾ മുൻപ് സ്വർഗരാജ്യത്തിൽ ചെല്ലും. അതാണ് കർത്താവ് അവർ പറഞ്ഞു, നിങ്ങൾ പിന്നത്തേതിൽ അനുസരിപ്പാൻ തക്കവണ്ണം വേശ്യമാരും ചുങ്കക്കാരും അവനിൽ വിശ്വസിച്ചു, അവരാദ്യം മാനസാന്തരപ്പെടും, അവർ സ്വർഗരാജ്യത്തിൽ കടക്കും. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായോ? ഇന്ന് വന്നിരിക്കുന്നവരാരും നല്ലവരല്ല. ഞാൻ ഉൾപ്പെടെ പറയുകയാണ്, ദൈവമക്കളെ, നമുക്കൊരു വലിയ മാറ്റം വരണം ജീവിതത്തിൽ. ആദ്യം ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് തെറ്റാണ്. മൂത്ത മകനല്ലേ, അപ്പനോട് എനിക്ക് മനസ്സില്ല എന്ന് പറയാനോ? അവൻ ചെയ്ത് തികച്ചും തെറ്റാണ്. അനുസരണക്കേട് കാണിച്ച ദൈവമക്കളോട് വന്നിട്ടില്ലേ? തെറ്റ് ചെയ്ത ദൈവമക്കളോട് വന്നിട്ടില്ലേ? ദൈവമക്കളെ, തെറ്റ് ജീവിതത്തിൽ വരും, പക്ഷേ നിങ്ങളത് തിരുത്തിയേ മതിയാവുള്ളൂ. സ്റ്റാൻലി ജോൺസ് ഡൽഹിയിൽ സെന്റ് ജോൺസ് കോളേജിന്റെ ഗ്രൗണ്ടിൽ പ്രസംഗിക്കാൻ നിന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സ്റ്റാൻലി ജോൺസ് സുപ്രസിദ്ധനായ ഒരു സുവിശേഷ പണ്ഡിതനും സുപ്രസിദ്ധ വാഗ്മിയുമാണ്, വിശുദ്ധനായൊരു മനുഷ്യനാണ്. അദ്ദേഹം ഞാൻ നിൽക്കുന്ന പോലെ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോഴേക്കും ആയിരക്കണക്കിന് ആളുകൾ കൂടി വന്നിട്ടുണ്ട്. കൊച്ചുകുട്ടികൾ ഇങ്ങനെ മുന്നിലിരിക്കുക. കൊച്ചുകുട്ടികൾ ഒത്തിരിയും പേര്, ആൺകുട്ടികളും പെൺകുട്ടികളും, ഒരു 10 വയസ്സ് 12 വയസ്സൊക്കെ പ്രായമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഷീറ്റ് വിരിച്ച് തറയിലിരിക്കുന്നുണ്ട്. സ്റ്റാൻലി ജോൺസ് പ്രസംഗിക്കാൻ എഴുന്നേറ്റിരുന്നപ്പോഴേക്കും കൊച്ചുങ്ങൾ വർത്തമാനം പറയുന്ന തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിരിയും കളിയും വർത്തമാനമൊക്കെ ആയി. സ്റ്റാൻലി ജോൺസ് ഇങ്ങനെ മൈക്കിൽ തട്ടിയിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളൊന്നും മിണ്ടാതിരിക്കാവോ, സാറൊന്ന് പ്രസംഗിക്കട്ടെ. അതുപോലെ അവർ കേട്ടില്ല. അപ്പോൾ സ്റ്റാൻലി ജോൺസ് ഇച്ചിരി ഒച്ചത്തിൽ മൈക്കിലൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ പോവാ, നല്ല ഉത്തരം ഒന്ന് പറയാമോ? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിയിട്ട് പിള്ളേരുണ്ട്, സാറ് ചോദ്യം ചോദിക്കാൻ പോവാൻ, ഉത്തരം പറഞ്ഞാൽ ചിലപ്പോൾ സമ്മാനം കിട്ടുമായിരിക്കും. എന്താ സാറ് ചോദ്യം? നല്ല സ്വഭാവശുദ്ധിയുള്ള പിള്ളേർ ആരെല്ലാം ഉണ്ട്? അനുസരണമുള്ള, പ്രാർത്ഥനാ സ്വഭാവമുള്ള, നന്നായിട്ട് പഠിക്കുന്ന, നല്ല പ്രാർത്ഥനയൊക്കെ ഉള്ളതായ സൽസ്വഭാവമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ആരെല്ലാം ഉണ്ട്? അങ്ങനെയുള്ളവരൊന്ന് എഴുന്നേറ്റേ. ദൈവത്തിന് സ്തോത്രം. നല്ല അനുസരണവും പ്രാർത്ഥനയും സ്വഭാവശുദ്ധിയുള്ളവർ എഴുന്നേക്കാനാണ് പറഞ്ഞു. കൊച്ചുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി, ഒരെണ്ണം പോലും എഴുന്നേറ്റില്ല, ഒരു കൊച്ചു പോലും എഴുന്നേറ്റില്ല. പക്ഷെ അവരൊരു കാര്യം, എല്ലാം പുറകോട്ട് തിരിഞ്ഞു നോക്കി. എന്തിനാ പുറകോട്ട് തിരിഞ്ഞു നോക്കി? നിങ്ങൾ പറഞ്ഞ്. സ്റ്റാൻലി ജോൺസ് ആദ്യമായിട്ടാണ് അവിടെ വന്നത്. സ്റ്റാൻലി ജോൺസിന് മുമ്പിൽ നല്ല പിള്ളയാണെന്ന് കാണിക്കാതെന്ന് എഴുന്നേക്കാൻ ഉള്ളത്തിൽ ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ തനി സ്വഭാവം അറിയാവുന്ന അമ്മ പുറയിൽ ഇരിപ്പുണ്ട്, അപ്പനും ചേച്ചിയും ചേട്ടനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാനൊന്ന് ഊര പൊക്കിയാൽ മതി, എൻ്റെ പൊന്ന് സാറേ സൽസ്വഭാവമൊന്നും വേണ്ടായിരുന്നു, ഞാൻ മടുത്തു എന്ന് അമ്മ പറയില്ലേ? അതുകൊണ്ട് തനി സ്വഭാവം അറിയാവുന്ന ഒരു പുറയിൽ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ എഴുന്നേറ്റാൽ ശോഭിക്കില്ല എന്ന് മനസ്സിലാക്കി
നമ്രശിരസ്കരായി തല കുമ്പിട്ട് ലജ്ജാഭാരത്തോടെ അവിടെ ഇരുന്നു. സ്റ്റാൻലി ജോൺസൺ അത് വേദനയായി. കുഞ്ഞുങ്ങൾക്ക് വിഷമമായല്ലോ ഞാൻ ചോദിച്ചത് ദൈവമക്കളെ. ഉടനെ സ്റ്റാൻലി ജോൺസ് ഒന്നവിടെ ഇങ്ങനെ മുട്ടിക്കിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ ഞാൻ രണ്ടാമതൊരു ചോദ്യം ചോദിക്കും. രണ്ടാമതൊരു ചോദ്യം, അത് ഇതിലും പ്രകണി പിടിച്ച ചോദ്യമായിരിക്കുമല്ലോ. എന്താ സാറേ ചോദ്യം? ശബ്ദം താത്തിയ ചോദിച്ചേ. ആദ്യം എന്താ ചോദിച്ചേ? നല്ല കുട്ടികളെ ആരെല്ലാം കൊണ്ട് എഴുന്നേക്കാൻ ആരും എഴുന്നേറ്റില്ല. രണ്ടാമത്തെ ചോദ്യം എന്നാണെന്നറിയാമോ? ചീത്ത കുട്ടികൾ ആരെല്ലാം ഉണ്ട് അവരൊന്നും എഴുന്നേറ്റ്. ചീത്ത കുട്ടികൾ എന്നാ ചെയ്യും? നല്ലതെല്ലാം സംഭവിച്ചല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ട് ഇനി ഇരുന്നിട്ട് കാര്യമില്ലടാ. പെടപെടാന്ന് 150 പേരും എഴുന്നേറ്റ്, സകല പിള്ളേരും എഴുന്നേറ്റ്. എന്നിട്ട് ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കുക. സ്റ്റാൻലി ജോൺസൺ സ്നേഹവാത്സല്യത്തോടെ, കുഞ്ഞുങ്ങളെ നിങ്ങളാരും മ്ലാനവതരനായി നിൽക്കണ്ട, വിഷമിക്കണ്ട, നിങ്ങൾ തല ഉയർത്തി എൻ്റെ നേരെ നോക്കി. ഞാൻ എൻ്റെ സത്യം പറയാം, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെ എല്ലാവരും സ്റ്റാൻലി ജോൺസിനെ ഇങ്ങനെ നോക്കി. സ്റ്റാൻലി ജോൺസ് പയ്യെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന് യേശു കർത്താവ് നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ഇന്ന് യേശു കർത്താവ് നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. എന്തിനാ വന്നത്? നല്ലവരെ തേടിയല്ല. അന്ന് ഡൽഹിയിലെ സെൻറ്റ് ജോൺസ് ഗ്രൗണ്ടിൽ മുഴങ്ങിക്കേട്ട ശബ്ദമാണ്. യേശു അപ്പം ഇവിടെ വന്നിരിക്കുന്ന നല്ലവരെ തേടിയല്ല, ചീത്ത കുട്ടികളെ തേടിയാണ്. പിന്നെ യേശു വന്നതിനാ ചീത്ത കുട്ടികളെ നല്ലവരാക്കാനാണ്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ചീത്ത കുട്ടികളെ നല്ലവരാക്കാൻ നിങ്ങൾ എന്നെ മാർക്ക് കുഞ്ഞുങ്ങളെ. നന്ദിയോടെ സ്തോത്രം. യേശു അപ്പം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ചീത്ത പിള്ളേരാരെങ്കിലും ഉണ്ടോ? കോപം വന്നവർ, അനുസരണക്കേട് വന്നവർ, സ്വയം അശുദ്ധമാക്കുന്നവർ, പ്രാർത്ഥന ശീലമില്ലാത്തവർ, പഠിത്തത്തിൽ ഉഴപ്പിയവർ, ബ്ലൂ ഫിലിം കണ്ടവർ, മദ്യത്തെ ലഹരിയിൽ നടന്നവർ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു ഇവിടെ വന്നിട്ടുണ്ട്. ആ ചെറുപ്പക്കാരൻ ആദ്യം പറഞ്ഞു എനിക്ക് ഒക്കില്ല എന്ന് പറഞ്ഞ പോലെ ജീവിതത്തിൽ അനുസരണക്കേട് വന്ന കുട്ടികളെ തേടി എൻ്റെ യേശു ഇവിടെ വന്നിട്ടുണ്ട്. അവൻ എന്ത് ചെയ്തു? അവൻ അനുദപിച്ചു, അവൻ മാനസാന്തരപ്പെട്ടു, തെറ്റിതിരുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നിങ്ങളൊന്ന് ഇറങ്ങുമ്പോൾ വന്നവരെ പോലെയല്ല, തെറ്റിതിരുത്തി ഒരു പുതിയ സൃഷ്ടിയായിട്ട് വേണം പോകാൻ. ആർക്കും ആ തെറ്റിതിരുത്താം. യേശു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തെറ്റുകാരെ തേടി യേശു വന്നിട്ടുണ്ട്. എന്തിനാ വന്നിരിക്കുന്നത്? തെറ്റുകാരെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ മറ്റവനുണ്ടല്ലോ, ഞാൻ പൊക്കോളാമപ്പ എന്ന് പറഞ്ഞു, പക്ഷെ അവന് പോയില്ല. അവനിപ്പോൾ നരകത്തിലെ തീപ്പൊയ്യിൽ വെന്തിരിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം. ആദരസേവ ആത്മീയമല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, വാക്കുകൾ പ്രവൃത്തിക്ക് പകരമാകുകയില്ല. ഞാൻ പൊക്കോളാം, ഞാൻ അനുസരിച്ചു കൊള്ളാം, ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ പ്രാർത്ഥനയ്ക്കൊക്കെ വരികയും ചെയ്യും. പക്ഷെ ജീവിതത്തിൽ മാറ്റമില്ലാത്തതായ ചില വാക്കുകളുടെ കസർത്ത് കൊണ്ട് ആത്മീയം കളിക്കുന്ന പരിപാടി നിർത്തുക. പള്ളി പോകുന്നവരില്ലേ, മധുവായിൽ ധൂമകുറ്റി പിടിക്കുന്ന കരങ്ങൾ കൊണ്ട് നരകത്തിന് പാനീയമായ മദ്യം കുപ്പി പിടിക്കുന്നവരില്ലേ, എനിക്കറിയാവുന്നവരാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എത്രയോ പേരുടെ സാക്ഷ്യങ്ങൾ കേട്ട് ഞാൻ നിങ്ങളോട് കാര്യം പറയുന്നറിയാമോ? പരിശുദ്ധ മധുവായിൽ ശുശ്രൂഷ ചെയ്യുന്നതായ ഒരു ബഹുമാനപ്പെട്ട അച്ഛൻ്റെ മകൻ ശുശ്രൂഷക്കാരനാണ്. നേരിട്ട് വന്ന് പറഞ്ഞ കാര്യമാണ്, സാറേ ഇന്നലെ പോലെ ഞാൻ പനയിൽ കയറി മാട്ടം പറിച്ച് കള്ളു കുടിച്ചിട്ടാണ് ഞാൻ പരിശുദ്ധ മധുവയിൽ പോയത്. മകനെ തെറ്റായിപ്പോയല്ലോ സാറേ, ഞാൻ ആ വചനം കേട്ടപ്പോൾ പേടിച്ചിട്ടാണ് ഇവിടെ വന്നത്. അവൻ്റെയൊക്കെ ജീവിതത്തിൽ രാവും പകലും പോലെ മാറ്റം വന്നു. ഇന്നൊരു ദേശത്തെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്ന ആ കൊച്ചനെയാണ്. പനയിൽ കയറി കള്ള് കട്ടുകുടിക്കുന്ന ആ കൊച്ചൻ ഇന്ന് വീടുകൾ കയറി ആത്മാക്കളെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നു. ദൈവമക്കളെ, ഇന്ന് നിങ്ങൾക്ക് ഏത് കൂട്ടത്തിൽ പോകണം? ഭവ്യമായിരിക്കുന്ന വാക്കുകൾ, നല്ലതായിരിക്കുന്ന വെള്ളവസ്ത്രം, പള്ളിയിൽ പോയി കാണിക്കുന്ന ഭക്തി, സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നു, ഇതൊന്നും കൊണ്ട് നിങ്ങളുടേതായിരിക്കുന്ന പ്രകൃതി മാറുകയില്ല. നിങ്ങൾ വചനം കേട്ട് മാനസാന്തരപ്പെടണം. സത്യമാനസാന്തരം ഇന്നിവിടെ നടക്കണം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് മഹത്വം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നു, എന്നെ കർത്താവേ കർത്താവ് എന്ന് വിളിക്കുന്നവനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നത്. വായിച്ചേ 7-ാം അധ്യായത്തിന്റെ മത്തായി 7:36 മുതൽ വാക്യം വായിച്ചേ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. നിങ്ങൾ നോട്ട് ചെയ്തോ? ഞാൻ അവിടെ വരച്ചു, 2 ഇടത്ത് വരച്ചു. ഏതാന്ന് നിങ്ങൾക്ക് പറയാവോ? ഞാൻ ആ വാക്യത്തിൽ 2 വാക്കുകൾ വരച്ചു. ഒന്ന് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ,
വേറെ ഒന്നും മരിച്ചില്ല, പറയുന്നവൻ. അടുത്ത വാക്കെന്താ? സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. ഇഷ്ടം ചെയ്യുന്നവൻ. 2 വാക്കുകൾ. പറയുന്നവനല്ല, ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. പറയുന്നവനല്ല. നല്ല വാക്കുകളുടെ കസരത്തൊക്കെ അവിടെ നിർത്ത്, വേഷഭക്തിയൊക്കെ അവിടെ നിർത്ത്. ആരെ കാണിക്കാനാ? ഞാൻ കുറെ കേമനാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? എൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളറ മുഴുവൻ കാണുന്നതായ കണ്ണുകൾ യേശുവിൻ്റെ കണ്ണുകളല്ലേ. ഞാൻ ഉള്ളറയിൽ വിശുദ്ധനല്ലെങ്കിൽ വിശുദ്ധിയുടെ വേഷം, പക്ഷെ അകത്ത് മുഴുവൻ അശുദ്ധി. അതിനോട് നിങ്ങൾ എന്നേക്കും യാത്ര പറഞ്ഞ് ഇന്ന് നിങ്ങളുടെ ആളത്വത്തിൻ്റെ പരിപൂർണമായിരിക്കുന്ന ഒരു മാനസാന്തരം വരണം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു? സ്വർഗരാജ്യത്തിൽ പോകണ്ടേ മക്കളെ? നല്ലൊരു ഭാവി നിങ്ങൾക്ക് വേണ്ടേ? ഇന്ന് മനം തിരിയാം, ഇന്ന് മനം തിരിയാം. ക്രിസ്തീയത്തിൽ ഇന്നലകളില്ല. പഴയനോട് യാത്ര പറയാമോ? ഒരു പുതിയ അധ്യായം തുടങ്ങാമോ? സ്വർഗരാജ്യത്തിന്റെ അധിപതിയായിരിക്കുന്ന കർത്താവ് നിങ്ങളെ സ്വർഗരാജ്യത്തിന്റെ അവകാശികളാക്കി മാറ്റാൻ വേണ്ടി വന്നിട്ടുണ്ട്. കാൽവറിയിൽ തൻ്റെ ജീവരക്തം കർത്താവ് ഊറ്റി തന്നു. 33 വയസ്സിൽ തിരുരക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞു തന്ന കർത്താവ് നിങ്ങളെ സ്നേഹിച്ച് ഇന്നിവിടെ കൂട്ടി വരുത്തിയിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ മാനസാന്തരം അനുഭവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട മക്കളായി മാറണം. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്ഷകനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു കൊടും ഭാവികളെ തേടി വന്നിരിക്കുന്നതായ സമയമാണിത്. അവന്റെ കാൽക്കലങ്ങ് വീഴാമോ? എന്നിട്ട് നിങ്ങൾക്ക് കർത്താവേ എന്നൊന്ന് വിളിക്കാമോ? മഹാഭാവിയാ എന്നോട് കരുണ തോന്നണമേ, മഹാഭാവിയാ എന്നോട് കരുണ തോന്നണമേ. നല്ല പിള്ള ചമഞ്ഞ് നടക്കാനല്ല, അകം ഉൾപ്പെടെ നല്ല പിള്ളയായി തീർക്കുന്നതായ കാൽവറി രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ. ഒരു തീരുമാനത്തോടെ ഞങ്ങൾ പോവുകയാണ് കർത്താവേ. ഇന്നു മുതൽ ഞാൻ നിന്റെ വക, ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടി. കർത്താവ് എൻ്റെ ജീവിതം കൊണ്ട് ഞാനത് തെളിയിക്കും. വാക്കുകളിലെ അഭിനയങ്ങളല്ല, എൻ്റെ ജീവിതത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് ഞാനത് തെളിയിക്കും. അതിനായി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ.